ഇന്ത്യ അപകടത്തിലാണോ? ഇന്ത്യ അപകടത്തിലാണ് എന്നാണ് റഷ്യ പറയുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം. അതാരുമായിട്ടായിരിക്കും? നമ്മുടെ കരസേനാ മേധാവിയായിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ CDS ആയിട്ടുള്ള അനിൽ ചൗഹാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് പറഞ്ഞു കഴിഞ്ഞു. 5 വർഷത്തേക്കുള്ള യുദ്ധത്തിനാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടതെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു കഴിഞ്ഞു. യുദ്ധമില്ലാതെ സമാധാനം ഉണ്ടാകുകയില്ല എന്ന് അനിൽ ചൗഹാൻ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോഴിതാ റഷ്യ കൂടുതൽ S-400, അതായത് നമുക്ക് തരാമെന്ന് പറഞ്ഞ S-400 എത്രയും വേഗം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യ വിൽ സ്റ്റാർട്ട് ഡെലിവറിംഗ് ദ റിമൈനിങ് S-400 എയർ ഡിഫൻസ് സിസ്റ്റം ടു ഇന്ത്യ ഫ്രം നെക്സ്റ്റ് ഇയർ, അതായത് 2017 തുടക്കത്തിൽ തന്നെ ഫൈനൽ 2 റെജിമെന്റുകൾ റഷ്യ ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുടിൻ ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞത് ഇന്ത്യയെ തൊട്ട് കളിക്കരുത്, ഇന്ത്യയോട് അങ്ങനെ ഭീഷണി വേണ്ട എന്നൊക്കെയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ S-400 ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് പാകിസ്ഥാനുമായിട്ടുള്ളൊരു യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധരും നയതന്ത്രജ്ഞരും എല്ലാം പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും കൂടുതൽ S-400 വരുമ്പോൾ ഇന്ത്യയുടെ ഗവേഷണങ്ങൾക്കും ഇന്ത്യയിൽ ഇനി വരാനിരിക്കുന്ന സുദർശന ചക്ര, കുഷ, പിനാക എന്നിങ്ങനെയുള്ള പല എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾക്കും അത് വലിയൊരു മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.